അടിക്കേ വേഗം ആവട്ടെ. ഒന്ന് എന്താണോ നോക്കിക്കണേ, ഒന്ന് സഹായിച്ചൂടെ? അവിടുന്ന് 6 മീറ്റർ ഇങ്ങോട്ടാറോ? അതുകൊണ്ട് എടാ ജോസേ, എന്താ സാർ? ഒരു 6 മീറ്റർ ആണ് തിരിച്ചു വെച്ചേ. എന്താ മുത്തപ്പ? എന്താന്ന് മനസ്സിലായില്ല. പഞ്ചായത്തുകാരാ. ഒന്ന് വേഗം കൊല്ലാൻ മാറിക്ക് സ്ത്രീ. അങ്ങോട്ട് പോട്ടെ, മുമ്പോട്ട് പോട്ടെ, വലിക്കകത്തോട്ട് പോട്ടെ. അപ്പുറത്ത്. അടിച്ചോ അടി. എടാ ഈ പഴയ വേലിയൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് മതിൽ കെട്ടിക്കൂടെ? പഞ്ചായത്തിൽ പൊളിക്കാൻ എളുപ്പമല്ലേ? അടുത്ത കുറ്റിയടി സാറേ. അടുത്ത കുറ്റി വീടിന്റെ നടക്കല്ല. അതുകൊണ്ടൊന്നുമില്ല. എടാ കുറ്റി എവിടെ അടിക്കണ്ടെന്ന് ഞാൻ പറയും, അവിടെ അടിച്ചാ മതി. നീ എനിക്കിട്ട് കുറ്റി അടിക്കണ്ട കേട്ടോ. 18,400 കയ്യിലിട്ട് കൂത്തല്ലോ. 217 പ്ലസ് 344. അതെത്രയാ? അല്ല സാറേ, എന്താ ഈ ചങ്ങലയും കൊടുത്തൊക്കെ ആയിട്ട്? ആനയെ തിളയ്ക്കാനാ സാറേ, ഇത് ഞങ്ങളുടെ വീടാ. അല്ല, എന്താ കാര്യം പറയാം. എടാ ജോസേ, നേരെ തെക്കോട്ട് പോട്ടെ ചങ്ങല. ഞാനും എന്റെ പഞ്ചായത്തും വികസനത്തിന്റെ പാതയിലാണ്, മനസ്സിലായോ? അല്ല, ഒന്ന് പറഞ്ഞിട്ട്. എന്ത് പറഞ്ഞിട്ട് സാറേ? എന്താ മോനെ ഇത്? സാറേ, കാര്യം എന്താന്ന് വെച്ചാ പറയേ. അതെ, ഞാൻ എല്ലാവരോടും കൂടി പറയാണ്, ഈ റോഡ് വീതി കൂട്ടാൻ പോവുകയാണ്. ചിലപ്പോ ഈ കോളനി മൊത്തം പോയെന്ന് വരും. അത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമാണ്. അതുകൊണ്ട് ഈ കോളനി റോഡിന്റെ അറ്റത്തുള്ള കൈതപ്പാടത്ത് ഒരു പുതിയ കമ്പനി പണിയാൻ പോവുകയാണ്. അതും അമേരിക്കൻ കമ്പനി. ഈ അമേരിക്കക്കാർ വന്ന് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു കമ്പനി പണിയാന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ? ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അറിയില്ല. ജോർജ് ബുഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതും അറിയില്ല. അതാണ് അമേരിക്ക. സാറേ, ഞങ്ങളെന്തിനാ അമേരിക്കയെ കുറിച്ച് അറിയുന്നത്? നമുക്ക് നമ്മുടെ നാടല്ലേ വലുത്. ഇതുകൊണ്ടാണ് ഈ നാട് നന്നാവാത്തത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ തൊഴിലുണ്ടോ? സമാധാനമുണ്ടോ? സമരമൊഴിഞ്ഞ നേരമുണ്ടോ? ഈ നാട്ടിൽ വല്ലതുണ്ടോ? ഞാൻ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ കമ്പനി ഇവിടെ വരുന്നതോടെ ഞാൻ ഭരിക്കുന്ന ഈ പഞ്ചായത്ത് ഈ നാട്ടിലെ നമ്പർ 1 പഞ്ചായത്തായിരിക്കും. അപ്പൊ ഞങ്ങളുടെ വീട്? പഞ്ചായത്ത് രേഖകൾ പ്രകാരം ഈ സ്ഥലം പുറമ്പോക്കാണ്. ഇവിടെ നിങ്ങളും ഇല്ല, നിങ്ങളുടെ വീടും ഇല്ല. അപ്പോ ഞങ്ങൾ എവിടെ പോവും? നിങ്ങൾ എവിടെ വേണമെങ്കിൽ പൊക്കോ, ഞാൻ എന്ത് ചെയ്യാനേ? പഞ്ചായത്ത് രേഖകളിൽ നിങ്ങളില്ല. സാറേ, ഇവിടെ ആരെയും അടക്കം ചെയ്തിട്ടുണ്ട്. അതൊന്നും നീ നോക്കണ്ട. നിന്നെ അടക്കം ചെയ്തിട്ടില്ലല്ലോ. അളവ് പ്രകാരം കുറ്റിയടിക്കണ, അല്ലെങ്കിൽ നിന്റെ കാരണം കുറ്റിക്ക് ഞാൻ അടിക്കും. അവിടെ കുറ്റിയടിക്കരുത്. കുട്ടികളുടെ അച്ഛൻ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥല. അതുകൊണ്ട് അടിച്ചു കേട്ടാ സാറേ, ദയവായി ആ സ്ഥലം ഒഴിവാക്കണം. എന്റെ അപേക്ഷയാണ്. മുത്തപ്പ സാറേ, അതൊന്ന് ഒഴിവാക്കി കൊടുക്ക. ശരിയാക്കാം. അടിയാ, അടിച്ചു കേട്ടാ. സ്ഥലമുള്ളന്ന് കുറ്റിയടിച്ച സ്ഥിതിക്ക് റോഡ് പണി ഉടനെ തുടങ്ങും. ഞാൻ ഇനി എന്താ ചെയ്യാ ദാസേട്ടാ? അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നീ എൻ്റെ കൂടെ വാ. ടൗണിൽ ധാരാളം ജോലി കിട്ടും, നല്ല കാശും. ദൂര സ്ഥലത്തുള്ള ജോലിക്കൊന്നും ഞാനില്ല ദാസേട്ടാ. ഒറ്റ ദിവസം പോലും അമ്മയെ കാണാണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ടല്ലേ ഞാൻ ഈ നാട്ടിൽ തന്നെ പണിയെടുത്ത് ജീവിക്കണേ. മണല് വാരൽ ഉടനെ നിൽക്കും. നിയമം വരിക, മണല് വരാൻ പാടില്ലാന്ന്. പ്രീ ഡിഗ്രി വരെ പഠിച്ചതല്ലേ, എന്തെങ്കിലും പണി നാട്ടിൽ തന്നെ കിട്ടുന്ന അമ്മ പറയണേ. എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിന്റെ കാര്യം എന്തായി? ഓർമ്മയുണ്ട് ദാസേട്ടാ. വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ. കാവുകളിലാണെങ്കിൽ ഇപ്പൊ ആട്ടവും കുറവാ, പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി. കുമാരാ, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറയണം. നിന്റെ എല്ലാ പ്രശ്നവും തീരും. ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി. ഒടുക്കത്തെ ചവിട്ടില് ജയലളിത വരുന്നു, മുമ്പിൽ രജനീകാന്തും. വണ്ടി മാറ്റാ കുരുവി, വണ്ടി മാറ്റാൻ പറ. എന്താ പ്രസിഡന്റ്, ഞാൻ അറിയാണ്ട് കോളനിയിൽ ഒരളക്കല്? എനിക്ക് പഞ്ചായത്തിൽ ഏത് വാർഡിലും എവിടെയും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും അളക്കാം. അതിനൊരു കുരുവിയുടെയും അനുവാദം വേണ്ട. എന്റെ ചോദ്യത്തിന് തരേണ്ട ഉത്തരവല്ല ഇത്. പിന്നെ കോടശ്ശേരി തങ്കപ്പൻ എല്ലായിടത്തും എപ്പോഴും എങ്ങനെയും കയറി അളക്കുന്ന ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറിയാമല്ലോ. അറിയാം. അത് മതി. അത് പോരാ. സാറിന്റെ ആ കളിയെ ഈ കോളനിയിൽ വേണ്ട. ഇതെന്റെ തീരുമാനമല്ലല്ലോ കുരുവി. അമേരിക്കൻ കമ്പനി വരുവാനുള്ള തീരുമാനം നമ്മളെല്ലാം ഉൾപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമല്ലേ? അത് നമുക്ക് നടപ്പിലാക്കണം. ഓ, എന്തൊരാവേശം, എന്തൊരാവേശം. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രസിഡന്റിനുള്ള ഭൂരിപക്ഷം എത്രയാണെന്ന് നല്ല ഓർമ്മയുണ്ടല്ലോ. കയ്യാലെ പുറത്തിരിക്കണ തേങ്ങ. മാങ്ങ എടാ മോനെ രാജു മൂജി, മുതലാളിയെ കണ്ട് കുത്തരുത് കേട്ടാ. കുരുവി, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഒരു ഡൂക്ലി മെമ്പറായിട്ട് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണപക്ഷം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചൊറി കുത്തിയിരുന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്.
ഭരണം വേണോടി, ഭരണം. പ്രസിഡന്റ് അധികം എളിയണ്ട. ഈ കുരുവി വിചാരിച്ചാൽ തന്റെ കസേര ഞാൻ തെറിപ്പിക്കും. നീ പൊടി കുരുവി. നീ കുരുവിയാണെങ്കിൽ ഞാൻ കഴുകനാടി, കഴുകൻ. നീ ആ കോളനിക്കാരുടെ സൈഡിൽ നിന്നുണ്ടല്ലേ സംസാരിക്കുന്നത്? എന്നോട് അതേ കളിച്ചാണല്ലോ. ഈ കോളനി മുഴുവൻ ഞാൻ തീ വെച്ച് നശിപ്പിക്കും. മനസ്സിലായോ? എടാ വണ്ടി ഇല്ലടാ. അയ്യോ, ആ വണ്ടി ഇല്ലടാ. ഞാനില്ലടാ. അതാരാ? അച്ഛൻ ഒരുപാട് ശ്രമിച്ചതാ പട്ടയം കിട്ടാൻ, നടന്നില്ല. കൂലിപ്പണി ചെയ്തും മുടിയാട്ടത്തിന് പോയും ഉണ്ടാക്കിയ വീടായത്. ഇനിയിപ്പോ എന്നാണാവോ വീടൊഴിഞ്ഞു പോവാൻ പറയാ? ഏത് നേരത്തും ഇറങ്ങി പോവാൻ പറയാലോ അവർക്ക്. അമ്മ വിഷമിക്കാണ്ടിരിക്കേ, ഞാനും പല വഴികളും ആലോചിക്കുന്നുണ്ട്. എന്റെ കുട്ടൻ തന്നെ ആലോചിക്കണം. വലിയ കാര്യങ്ങളും ഒന്നും തന്നെ ഏറ്റുവയ്ക്കാനുള്ള കരുത്തില്ല ശരീരത്തിനും മനസ്സിനും. കാലത്തിനൊപ്പം തന്നെ പ്രായവും കടന്നു പോവല്ലേ. വീടിന്റെ തെക്ക് വശത്ത് വെച്ചിരിക്കുന്ന കുറ്റി അച്ഛന്റെ തലയില വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? വിഷമം കൊണ്ടാ, നെഞ്ചുരുങ്ങുന്ന തീയ ഉള്ളില്. ഇതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ അന്തിത്തിരി വെച്ച് അച്ഛന്റെ ആത്മാവിനെ സ്നേഹിക്കാൻ എവിടെയോ പോവാ? ഇല്ലമ്മേ, എല്ലാം എന്റെ ഉള്ളിലുണ്ട്. എന്നെയും വത്സലെ അമ്മ വളർത്തിയതും അച്ഛന്റെ മരണവും അമ്മയുടെ ഏകാന്തതയും കഷ്ടപ്പാടും എല്ലാം എനിക്കറിയാം. എന്റെ അമ്മ കരയണ്ട. ഒക്കെ ശരിയാവുമേ, ശരിയാവും. ആ കുട്ടിയടമ്പാടത്ത് കൊയ്ത്ത് കഴിയുമ്പോ അച്ഛനെ കാണാൻ പൂവാടി. അയ്യോ, കുട്ടാടമ്പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞാൽ അച്ഛനെ കാണാൻ പോവാൻ പറ്റൂല. കോലോത്തെ തമ്പ്രാന്റെ കൊയ്ത്തു കഴിച്ചില്ലേ, കോലോത്തെ തമ്പ്രാൻ തല്ലോടി. നീ എന്താ പറഞ്ഞേ? അമേരിക്കക്കാരന്റെ കമ്പനി വന്നു കഴിഞ്ഞാ പിന്നെ നമ്മളെല്ലാം അവന്റെ പണിക്കാരല്ലേ? അതിനു മുമ്പേ തങ്ക അമേരിക്ക കൊണ്ട് പോണല്ലേ നല്ലത്. നമുക്കൊരു അമേരിക്കക്കാരന്റെയും പണി വേണ്ട. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ. മണ്ണിന്റെ മണമുള്ള പണി. നമുക്ക് നമ്മുടെ നാടാ വലുത്. അത് കരയ്ക്ക് മുത്തപ്പ. ആ നോക്കിക്കോ, ഇവിടെ ഒരു അമേരിക്കക്കാരന്റെ കമ്പനിയും വരാൻ പോകുന്നില്ല. ആ കോളനി കൂടെ റോഡും വെട്ടാൻ പോകുന്നില്ല. ഉറപ്പാണോ മുത്തപ്പ? ആ, എനിക്ക് ഉറപ്പാ. പക്ഷെ ഇന്ന് ആ പ്രസിഡന്റ് ചെയ്ത് തീരെ ശരിയായില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. പ്രതികരിക്കണം, പ്രതികരിക്കണം. നീയൊക്കെ പ്രതികരിച്ചോ? എനിക്ക് അതിനുള്ള പ്രായം കഴിഞ്ഞു. ഇതെന്താടി ഇതെവിടെ കിടന്ന് അടിക്കണ? നിന്റെ ഫോൺ അടിക്കണേ. എന്റെ അല്ല ചേട്ടന്റെ. എന്റെ അല്ല, എന്റെ ഞാൻ ചെയ്തിരിക്കുക. ഉറപ്പായിട്ട് ചേട്ടനെ. നിന്റെ ഫോൺ ഞാൻ ഓഫാക്കിട്ടേക്ക. അപ്പൊ എനിക്കുള്ളായിരിക്കും. നിക്കറിന്റെ പോക്കറ്റ് കിടക്കുമ്പോ റേഞ്ച് അങ്ങ് കേറും. ഹലോ, ആരാ? ഹലോ, രാജ്മോനുണ്ടോ? അല്ല, ഇത് സുബ്രമോനാ. ആരാ? ഒരു പീസ. ഹലോ, രാജുമോനുണ്ടോന്ന്? രാജുമോൻ തന്നെ വേണോ? സുബ്രമോൻ പോരെ? ചേച്ചി ചൂടാവുമ്പോ കേൾക്കാൻ എന്ത് സുഖമാണെന്നറിയോ? ചേച്ചി ഏതാ? ഞാനൊരു ഉമ്മ തരട്ടെ? ഉമ്മ നിന്റെ അച്ഛൻ കണ്ടാണിശ്ശേരി വേലായുധന് കൊണ്ടേ കൊടുക്കണം. ഇതെത്തിരി പഴയതാ. എന്റെ അച്ഛനെ അറിയാല്ലേ? എന്റെ അച്ഛന്റെ സെറ്റപ്പാ. കള്ള ചിറ്റമ്മ എവിടെയുള്ളതാ? കഴിവരുടെ മോനെ, ഇത് ഞാനടാ കുരുവി ഭാരതി. കൊടുക്കാം. ഹായ് ഡാർലിംഗ്, ഞാനാ നിന്റെ രാജുമോൻ. എന്റെ രാജുവേട്ടാ, എത്ര നേരമായി ഞാൻ കാത്തിരിക്കണേ. എന്താ വരാത്തെ? സോറിടാ, ഞാൻ ആ പൂതിനയുടെ ഡ്രൈവറല്ലേ. ഓ, ആ പെരുമ്പണ്ടാരത്തിന് ചുമ നടന്ന് ഞാൻ മടുത്തുടാ. കുരുവല്ല വിള്, എരുമയാണ്, എരുമ. നിന്റെ മറ്റുള്ളടാ എരുമ. ഞാൻ ഭാരതിയാ സംസാരിക്കുന്നേ. എന്തടാ? എന്റെ പണി പോയടാ. എനിക്ക് പണി കൂടി. തേരുകൊള്ളമ്മേ തേരുകൊള്ള്, ഇക്കളം തന്നിലെ തേരുകൊള്ള്. ആ തേരുകൊള്ളമ്മേ തേരുകൊള്ള്, ഇക്കളം തന്നിലെ തേരുകൊള്ള്. തേരുകൊള്ളമ്മേ. ആരാ? കുമാരന്. അമ്മ പറഞ്ഞു കാര്യങ്ങള്. ആ
ആ പ്രസിഡന്റ്. അയാള് നമ്മളെ കൈയൊഴിഞ്ഞു. നീ അതിന് തളരേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ബാധ്യതകള് അല്ലെങ്കിൽ തന്നെ ഇല്ലേ മുത്തപ്പ? അതിനിടയില് എടാ, നിന്റെ ഈ പ്രായത്തില് ഞാനും ഇതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടതാ. വീട് വെക്കല്, താഴെയുള്ള പെങ്ങാന്മാരെ പറഞ്ഞയക്കല്, അങ്ങനെ ഒരുപാട്. പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാല് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇനിയിപ്പോ വീടിന്റെ മുൻവശം പോകുന്നതിൽ അങ്ങ് പോട്ടെ. പക്ഷേ നിന്റെ അച്ഛനെ അടക്കം ചെയ്ത സ്ഥലമുണ്ടല്ലോ, അത് വിട്ടുതരാൻ പറയണം. മണ്ണിന്റെ മനസ്സറിഞ്ഞവനാ അയ്യപ്പൻ. അവൻ അവിടെ സ്വസ്ഥായിട്ട് കിടന്നോട്ടെ. കുമാര, നിനക്ക് എന്നോടൊന്നും തോന്നരുത്. എനിക്കിനി ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മുത്തപ്പൻ, ഈ മുത്തപ്പന്റെ വാക്കിന് ഇപ്പൊ ആരും ഒരു വില കൽപ്പിക്കില്ല. കാലം അങ്ങനെ ആയിപ്പോയി. പക്ഷേ നീ തളരരുത്. അമ്മയും മുത്തപ്പനെയും മൈൻഡ് ചെയ്തില്ല പ്രസിഡന്റ്, അല്ലേ? അതേ ദാസേട്ടാ. നീ ഇങ്ങനെ ആലോചിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അറിയാലോ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ടൊരു വീടെങ്കിലും വേണ്ടേ? ഈ പ്രശ്നം ഒന്ന് ഒഴിവായാൽ മതിയായിരുന്നു. ദാസേട്ടൻ എന്നെ ഒന്ന് സഹായിക്കൂ. എടാ, നിന്റെ ഏത് പ്രശ്നത്തിലാണ് ഞാൻ നിന്നെ സഹായിക്കാതിരുന്നിട്ടുള്ളത്? പക്ഷെ ഒന്നും പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലോ. നിന്റെ അമ്മയുടെ അടുത്ത് നിന്ന് വിട്ടുമാറാൻ നിനക്ക് ഇഷ്ടമല്ല. അതിന് മാത്രം എനിക്ക് പറ്റില്ല. അമ്മയെ കണ്ടില്ലെങ്കിൽ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? നമുക്ക് പ്രസിഡന്റിനെ ഒന്ന് പോയി കണ്ടാലോ? കാണാം, കാണാം, നാളെ തന്നെ കാണാം. ഐസ്ക്രീം പാർലർ എന്താ കിളിരൂർ സംഭവത്തിൽ വേറൊന്നുമില്ലേ പേപ്പറില്? ഇന്ത്യ പാകിസ്ഥാൻ സാറേ, എന്താ? കൈതപ്പാടം കോളനിന്ന് വരിക. ഓ, മനസ്സിലായി മനസ്സിലായി. നീ ആരുടെ മോനാടാ? മരിച്ചുപോയ കളരിക്കൽ അയ്യപ്പന്റെ മകൻ കുമാരൻ. അതുകൊണ്ട് അല്ല, അത് ജോലി വലുതായോ? ഇല്ല. എടാ കുമാര, ഗവൺമെന്റിന്റെ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റും ജനങ്ങളും തോളോട് തോൾ ചേർന്ന് വികസനത്തിന്റെ പാതയിൽ മുന്നേറാനും നിന്നെ പോലുള്ള ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് കൈതപ്പാടത്തിൽ കമ്പനി പണിയാൻ ശ്രീ കോഴശ്ശേരി തങ്കപ്പൻ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് ഞാൻ അനുവാദം കൊടുത്തുള്ള, അറിയാവോ? അതും അമേരിക്കൻ കമ്പനിക്ക്. അതിനായി കമ്പനിയിലേക്ക് റോഡ് വേണ്ടേ? നല്ല വീതിയുള്ള റോഡ് വേണം. നിങ്ങൾ കോളനിക്കാരുടെ കുറെ അധികം വീടുകൾ പോകും, അത്രയല്ലേ ഉള്ളൂ. എന്നാലും നമ്മുടെ നാട്ടിൽ എന്താണ് ഉയർന്നു വരാൻ പോണത്? അമേരിക്കൻ കമ്പനി. വീടിന്റെ ഭാഗവും അച്ഛനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലവും മാത്രം ഒഴിവാക്കി തന്നാ മതി. നീ എന്ത് മണ്ടനാടാ, മണ്ട. എടാ, റോഡിന്റെ പ്ലാൻ പ്രകാരം അത് ശരിയാവില്ലല്ലോ. അതുമല്ല, റോഡിൽ നിന്നും മിനിമം 2 മീറ്റർ വീതിയിലെ വീട് പാടുള്ളൂ. ആ നിയമം നിനക്കറിയാവോടാ? പ്രസിഡന്റിന് ദയവുണ്ടാവണം. ഇറങ്ങിപ്പോവാൻ വേറെ ഇടവില്ലഞ്ഞിട്ടാ. അതുകൊണ്ട് എടാ, ആ സ്ഥലം പുറമ്പോക്ക. പഞ്ചായത്ത് രേഖകളിൽ നിങ്ങൾ അവിടെ ഇല്ല. എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ, നിന്നോട് മലയാളത്തിലല്ല പറഞ്ഞത്, ഇനിയിപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നോ? ദിസ് പഞ്ചായത്ത് വിൽ ബി ഡ്യൂറിംഗ് ദി ബിഗിൻസ്. പറ്റില്ലാന്ന്, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാന്ന്. ഇനി കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് ആരും കയറി വരണ്ട. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രസിഡന്റ് സാറേ, അതാരാ? എന്തേ? ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തിനാ? സാറിന് എത്ര രൂപ വേണം? കുമാരന്റെ വീടും അവന്റെ അച്ഛനെ അടക്കം ചെയ്ത സ്ഥലവും ഒഴിവാക്കി കിട്ടാൻ എത്ര രൂപ വേണം സാറിന്? അല്ലാതെ താനാരാ? ഞാൻ ആരും ആയിക്കൊള്ളട്ടെ. അതെയോ? പറഞ്ഞോ. പ്രസിഡന്റിന്റെ വികസനത്തിനും മൊത്തം ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട മറ്റ് സെറ്റപ്പുകളുടെയും വികസനത്തിനുള്ള ചേർത്ത് പറഞ്ഞു. എത്ര കിട്ടും? 25,000, 30,000, 50,000, 50,000 രൂപ ഞാൻ തന്നിരിക്കും. പേടിക്കണ്ട. കച്ചവടം പറഞ്ഞ വാക്കുറപ്പിച്ച ഞാനത് ചെയ്തിരിക്കും. അതൊരു 22-ാം തീയതിക്ക് മുമ്പായിട്ട് കിട്ടുമോ? 22-ാം തീയതിക്ക് മുമ്പായിട്ട് കിട്ടിയിരിക്കും. കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, വീട് പോകും, റോഡ് വരും. കിട്ടും. അതെയോ? അപ്പൊ വീട് പോകും, റോഡ് വരില്ല. ഓക്കെ.